ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് FSC അല്ലെങ്കിൽ BFD എന്താണെന്നുള്ളതാണ്. ഞാനിപ്പോൾ 10 മാസമായിട്ട് ജർമ്മനിയിൽ BFD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടുതലായിട്ടുള്ള എൻ്റെ അനുഭവങ്ങളും എന്താണ് അതിൻ്റെ റിയൽ സ്റ്റോറി, നമ്മുടെ ഇൻകം എത്രയാണ്, അങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഫ്രൈവില്ലിഗസ് സോഷ്യലസ് ഇയർ, അതുപോലെ തന്നെ BFD എന്ന് പറഞ്ഞാൽ ബുണ്ടസ് ഫ്രൈവില്ലിഗസ് ദിൻസ്റ്റ്, ഇത് രണ്ടും വോളണ്ടിയർ വർക്ക്സ് ആണ്. ഇതിൽ നിങ്ങൾ ജോലി ചെയ്യേണ്ടി വരുന്നത് സ്കൂൾ, കിൻഡർ ഗാർഡൻ, ഹോസ്പിറ്റൽ, യൂത്ത് ഹോസ്റ്റൽ അങ്ങനെയുള്ള സെക്ടേഴ്സിലായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. ഫസ്റ്റ് BFD എന്നുള്ളത് ഒരു വോളണ്ടിയർ സർവീസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന് സാലറി ആയിരിക്കത്തില്ല. അതിന് പകരം ഇവിടെ അതിന് ടാഷൻ ഗെൽഡ് എന്നാണ് പറയുന്നത്. ടാഷൻ ഗെൽഡ് എന്ന് പറഞ്ഞാൽ പോക്കറ്റ് മണി ആയിട്ട് നിങ്ങൾക്ക് മിനിമം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 350 യൂറോസ് ആയിരിക്കും. അത് പറഞ്ഞാൽ ഏകദേശം 1 യൂറോ ഒരു നമ്മുടെ നാട്ടിലൊരു 105 110 ആ ഒരു റേഞ്ചിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അതുകൂടാതെ നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും. നമ്മൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്ക് അക്കോമഡേഷൻ കമ്പൽസറി ആയിട്ട് വേണോ വേണ്ടയോ എന്നുള്ളത്. നമ്മൾ എന്തായാലും അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾക്ക് അക്കോമഡേഷൻ വേണമല്ലോ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അക്കോമഡേഷൻ കമ്പൽസറി ആയിട്ട് കിട്ടുമോ എന്നുള്ള സ്ഥലത്തേക്ക് മാത്രം അപ്ലൈ ചെയ്താൽ മതി. അതുകൂടാതെ നിങ്ങൾക്ക് ഇവർ നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യും, അക്കോമഡേഷൻ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അതുകൂടാതെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് അവർ ഫുഡായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം അലവൻസ് തന്നാൽ മതി, ഞാൻ സ്വന്തമായിട്ട് കുക്ക് ചെയ്തോളാം എന്ന് പറയാം. അതുകൂടാതെ നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ DB ടിക്കറ്റിൻ്റെ പൈസയും അവർ തരുന്നുണ്ട്. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ടാഷൻ ഗൾഡും എൻ്റെ ഫുഡിൻ്റെ പൈസയും, അതുകൂടാതെ എനിക്ക് എൻ്റെ DB ടിക്കറ്റിൻ്റെ ക്യാഷും കിട്ടുന്നുണ്ട്. എൻ്റെ ഹെൽത്ത് ഇൻഷുറൻസും എൻ്റെ അക്കോമഡേഷനും അവരാണ് പേ ചെയ്യുന്നത്. എനിക്കതിന് 1 രൂപ പോലും ചിലവ് വരുന്നില്ല. സോ എൻ്റെ മൊത്തത്തിലുള്ള സാലറിയിൽ നിന്ന് എനിക്ക് ആകെ ഒരു ചിലവ് വരുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫുഡിൻ്റെ എക്സ്പെൻസും എൻ്റെ പേഴ്സണൽ എക്സ്പെൻസും മാത്രമേ എനിക്ക് ചിലവ് വരുന്നുള്ളൂ. അത് നിങ്ങൾക്കിപ്പം എല്ലാ സ്ഥലത്തും ഇത്രയും എമൗണ്ട് കിട്ടണമെന്നില്ല. 350 യൂറോസ് മാത്രം കിട്ടുന്ന ഫ്രണ്ട്സിനറിയാം. ചിലവർക്ക് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റും ചെറിയ അലവൻസ് എല്ലാം കൂടെ കൂട്ടി ഒരു 500 യൂറോ സംതിങ് ആയിരിക്കും കിട്ടുന്നത്. അത് ഡിപ്പെൻസ് ആണ്, ഓരോ സ്ഥലങ്ങളിലും മാറിയിട്ടിരിക്കും. നിങ്ങൾക്കിപ്പോൾ FSC എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിന് ഏജ് ലിമിറ്റ് ഉണ്ട്. 26 ഏജ് വരെ ഉള്ളവർക്ക് മാത്രമേ FSC ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ BFD എന്ന് പറഞ്ഞാൽ അതിന് ഏജ് ലിമിറ്റ് ഇല്ല. അതാണ് BFDയുടെ പ്രത്യേകത. നിങ്ങൾ FSC അല്ലെങ്കിൽ BFDയും ചില സ്ഥലങ്ങളിൽ ഹോസ്പിറ്റൽസിൽ അങ്ങനെയുള്ള ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ വരുന്നുണ്ട്. അവിടെ നിങ്ങൾ ഒരു നേഴ്സ് എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ജോലി. പക്ഷെ ഞാനിപ്പോൾ BFD ചെയ്യുന്നത് ഒരു യൂത്ത് ഹോസ്റ്റലിലാണ്. ഇവിടെയെന്ന് പറഞ്ഞാൽ ഗസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്ന അങ്ങനെ ഒരു സെറ്റപ്പാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾക്ക് സ്കൂളുകളിൽ നിന്നും പല ഓഫീസുകളിൽ നിന്നും ഇവർക്ക് 1 വീക്ക് അങ്ങനെയൊക്കെ സെമിനാർ പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് വരുന്നവരും ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ യൂത്ത് ഹോസ്റ്റലിലാണ് BFD കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്യൂട്ടീസ് വരുന്നത് ചില സമയത്ത് റിസപ്ഷനിലായിരിക്കാം, ചില സമയത്ത് കിച്ചൺ ഡ്യൂട്ടീസ് ആയിരിക്കാം, അതുപോലെ ചില സമയം ക്ലീനിങ് ആയിരിക്കാം. അത് ഡിപ്പെൻസ് ആണ്, നിങ്ങൾക്ക് എവിടെയാണോ കിട്ടുന്നത് അതനുസരിച്ചിരിക്കും. അതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസപ്ഷനിൽ മാത്രമേ ചിലപ്പോൾ ജോലി ചെയ്യേണ്ടി വരത്തുള്ളൂ. ചിലപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ജോലി ചെയ്യേണ്ടി വരും. ചിലപ്പം കിച്ചണിൽ മാത്രമായിരിക്കും ജോലി ചെയ്യേണ്ടി വരുന്നത്. അത് നിങ്ങൾക്ക് എവിടെ കിട്ടുന്നു എന്ന അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് BFD ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് വീക്ക്ലി 5 ഡേയ്സ് ആയിരിക്കും വർക്ക് ചെയ്യേണ്ടത്. BFD എന്ന് മാത്രമല്ല FSC ആണെന്നുണ്ടെങ്കിലും വീക്ക്ലി 5 ഡേയ്സ് ആയിരിക്കും വർക്ക് ചെയ്യേണ്ടത്. ബാക്കി 2 ദിവസം നമ്മൾക്ക് ഫ്രീ ആയിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ഒരു 25 ദിവസം ഉർലോബ് വരുന്നുണ്ട്. 25 ദിവസം ഉർലോബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാഴ്ച 7 ദിവസമല്ലല്ലോ, 5 ദിവസമാണ് നമ്മുടെ ഡ്യൂട്ടി വരുന്നത്. അതിൽ നമ്മൾ ഉർലോബ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ 25 ഉർലോബ് എന്ന് പറഞ്ഞാൽ ഒരു വീക്കിൽ നമ്മുടെ 5 ലീവേ പോകത്തുള്ളൂ. ബാക്കി നമ്മുടെ 2 നോർമൽ ഫ്രീ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 25 ദിവസം ഇപ്പം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ പോലും ഒരു 30-35 ഡേയ്സ് ടോട്ടൽ നിങ്ങൾക്ക് ലീവ് എടുക്കാനായിട്ട് പറ്റും. അതും പെയ്ഡ് ലീവാണ്. അതുകൂടാതെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും സുഖമില്ലാതെ വരിക അങ്ങനെ എന്തെങ്കിലും വന്നാൽ ഇവിടെ ക്രാങ്കിനും നമുക്ക് ലീവ് കിട്ടും. അതിന് നമുക്ക് വിത്ത് സാലറി ആയിരിക്കും. 1 ഡേ 2 ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇൻഫോം ചെയ്താൽ മതി. അതെല്ലാം നമുക്കിപ്പം എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൗസ് ആർട്സിനെ കണ്ടിട്ട് ഇവിടെ ക്രാങ്ക് മെൽഡും കൊടുത്താൽ മാത്രമേ നമുക്ക് അങ്ങനെ ലീവ് കിട്ടത്തുള്ളൂ. ഇത് കൂടാതെ തന്നെ ഈ 1 ഇയറിനിടയ്ക്ക് വെച്ച് നമുക്ക് 25 സെമിനാർ ഡേയ്സ് വരുന്നുണ്ട്. സെമിനാർ ഡേയ്സും നമ്മുടെ വർക്ക് അവേഴ്സ് തന്നെ ആയിട്ടായിരിക്കും കൂട്ടുന്നത്. അതിനും നിങ്ങൾക്ക് സാലറി ഉണ്ട്. അതിപ്പം 25 ഡേയ്സ് സെമിനാർ ഒരുമിച്ചായിരിക്കത്തില്ല വരുന്നത്. ഏതെങ്കിലും ഇടവിട്ടുള്ള മാസങ്ങളിൽ 5 ദിവസം വെച്ച് ഏതെങ്കിലും വേറെ, എനിക്കിപ്പോൾ എന്ന് പറഞ്ഞാൽ വേറെ സ്ഥലങ്ങളിലുള്ള യൂത്ത് ഹോസ്റ്റലിലാണ് സെമിനാർ വരുന്നത്.
അതുകൂടാതെ ചില സമയങ്ങളിൽ ഓൺലൈൻ സെമിനാറും വരാറുണ്ട്. നമ്മൾ ഈ സെമിനാറിന് പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൂട്ട് വേറെ യൂത്ത് ഹോസ്റ്റലിൽ BFD ചെയ്യുന്ന കുട്ടികളും അവിടെ വരും. അവിടെ നമ്മൾ അവരുടെ കൂടെ നമ്മളുടെ എക്സ്പീരിയൻസ് അങ്ങനെ നമുക്ക് ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് അറിയാം. പിന്നെ കുറച്ച് സെമിനാർസും കാര്യങ്ങളും നല്ല കൾച്ചറൽ പ്രോഗ്രാംസും അങ്ങനെ നല്ല മൊത്തത്തിൽ പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് സെമിനാർ എന്ന് പറഞ്ഞൊരു എക്സ്പീരിയൻസ്. അതുകൂടാതെ നമുക്ക് അക്കോമഡേഷനും ഫുഡും ഫ്രീ ആയിരിക്കും ആ ടൈമിൽ. എനിക്ക് BFD ചെയ്യാൻ ഇവിടെ വന്നത് മൊത്തത്തിൽ നല്ലതായിട്ടാണ് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം ഒരു നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് കയറിയിട്ട് കിട്ടുന്ന എൻ്റെ ഫ്രണ്ട്സിന് കിട്ടുന്ന സ്റ്റൈഫൻറ്റും അവരുടെ അക്കോമഡേഷൻ, ഹെൽത്ത് ഇൻഷുറൻസ്, ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടുന്നതിൽ ഒരു എമൗണ്ട് എനിക്ക് ഇവിടെ നിന്ന് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് എവിടെ കിട്ടുന്നോ എന്നുള്ളതനുസരിച്ചിരിക്കും. അതെനിക്കൊരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എന്തായാലും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചോദിക്കാം. എനിക്ക് എൻ്റെ ഫുഡിൻ്റെ അലവൻസ് ചോദിക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ കോൺട്രാക്റ്റിൽ ചിലപ്പോൾ ഫുഡിൻ്റെ അലവൻസ് ചിലപ്പം 300+ euros ആയിരിക്കും അവർ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ എങ്ങനെ ലാവിഷായിട്ട് കഴിച്ചാൽ പോലും ഒരു മാക്സിമം 150 euros നമുക്ക് സാധനങ്ങൾ വാങ്ങിച്ച് കുക്ക് ചെയ്യുന്നതിന് ചിലവ് വരത്തുള്ളൂ. അപ്പോൾ അതുമല്ല നമുക്ക് നമ്മുടെ ഫുഡ് തന്നെ കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എംപ്ലോയറിനോട് ചോദിക്കുക, എനിക്ക് ഫുഡിൻ്റെ അലവൻസ് തരുമോ, ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനാണ് എനിക്കിഷ്ടം നിങ്ങൾ പറയാം. നമ്മുടെ നാട്ടിൽ നമുക്കിപ്പോൾ അറിയാമല്ലോ, നമ്മൾ ജർമ്മൻ എക്സാം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ്. നന്നായിട്ട് എഴുതിയവർക്ക് പോലും പാസ്സാക്കുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾ പക്ഷേ ജർമ്മനിയിൽ വന്നാണ് എക്സാം എഴുതുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത്യാവശ്യം പഠിച്ചാണ് എഴുതുന്നുണ്ട്, അവർ നിങ്ങളെ പാസ്സാക്കാതെ ഇരിക്കത്തില്ല. വെറുതെ നമ്മുടെ ഫീ പോകത്തതുമില്ല. ഞാനാണെങ്കിൽ എൻ്റെ 3 modules നാട്ടിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടായിരുന്നു വന്നത്. എനിക്ക് സ്ട്രൈബനായിരുന്നു കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളത്. ഞാൻ ആദ്യം അറ്റൻഡ് ചെയ്തിട്ട് പാസ്സായില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തായാലും അവിടെ നിന്ന് എഴുതിയിട്ട് കാര്യമില്ല, ഇവർ എഴുതിയിട്ട് പാസ്സാകത്തില്ല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ സ്ട്രൈബൻ പാസ്സാവുകയും ചെയ്തു. അതും എനിക്ക് തോന്നുന്നു ഒരു 115 euros ആയിരുന്നു എനിക്ക് ആയിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു 15,000 രൂപയ്ക്ക് അകത്തേ ഉള്ളൂ. നിങ്ങൾ നാട്ടിലൊരു ഏജൻറ്റിന് കമ്മീഷൻ കൊടുത്തിട്ട് ഇപ്പോൾ എടുക്കുന്നതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ 1 module വെച്ച് ഇവിടെ വന്നിട്ട് എക്സാം എഴുതുന്നതാണ് നല്ലത്. അതുമല്ല ഇവിടെ വന്നാൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈഫിൽ ജർമ്മൻ സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ജർമ്മൻ ഇപ്പം സ്പീക്കിംഗ് എക്സാം ആയാലും റൈറ്റിംഗ് എക്സാം ആയാലും നമ്മൾ നാട്ടിൽ ഇരുന്ന് എഴുതുന്നതിനേക്കാളും എന്തായാലും ഒരു ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വന്ന് നിങ്ങൾക്ക് എഴുതും. അതുപോലെ സ്ലോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടില്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അവരുടെ സൈറ്റിൽ പോയിട്ട് തന്നെ ബുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. സോ എന്തുകൊണ്ടും നാട്ടിൽ ഒരേ എക്സാം തന്നെ വീണ്ടും എഴുതിയിരിക്കുന്നതിലും നല്ലത് ഇവിടെ വന്നിട്ട് നിങ്ങളൊന്ന് എക്സാം എഴുതി നോക്കും. ഉറപ്പായിട്ടും അത്യാവശ്യം പഠിച്ചിട്ട് എഴുതി ഉറപ്പായിട്ടും നിങ്ങൾ പാസ്സാവുക തന്നെ ചെയ്യും. ഇവരങ്ങനെ നമ്മൾ എഴുതിയിട്ടും പാസ്സാക്കാതെ ഇരിക്കത്തില്ല. BFD ചെയ്യാൻ വന്നതിൻ്റെ ഏറ്റവും ഒരു ഗുണമെന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലതായിട്ട് എൻ്റെ ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയി. എനിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്പീക്കിംഗ് കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് റൈറ്റിംഗ് ആയിരുന്നു എനിക്ക് പ്രശ്നം. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ആദ്യമേ എനിക്ക് ഇവർ പറയുന്നതെല്ലാം ഒന്നും മനസ്സിലാവുന്നുണ്ടാവുന്നില്ല. എന്നാലും കുറേയൊക്കെ മനസ്സിലാവും. അത്യാവശ്യം ഞാൻ റെസ്പോണ്ട് ചെയ്യും. അവർക്ക് ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവരെന്ത് പറഞ്ഞാലും എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ ഞാൻ തിരിച്ച് സംസാരിക്കുന്നത് നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഇപ്പോൾ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് അങ്ങനെ വരുന്ന കുട്ടികളെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താണ് ജർമ്മൻ കൾച്ചർ എന്താണെന്നും അറിയത്തില്ല. ഡയറക്റ്റ് വന്ന് ഇവർ ക്ലാസ്സിന് ഇരിക്കുകയാണ്. അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്കൊരു ലാംഗ്വേജിനൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളിവിടെ BFD അല്ലെങ്കിൽ FSC ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ജോബ് മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ള ടൈമിൽ നമുക്ക് കുക്ക് ചെയ്യണം. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് പഠിക്കണ്ട, അതിൻ്റെ ഒരു സ്ട്രെസ്സ് കുറവാണ്. നമ്മൾ എന്തായാലും ഫസ്റ്റ് ടൈം വേറൊരു നാട്ടിലേക്ക് വരുമ്പോൾ സ്ട്രെസ്സുണ്ട്. പക്ഷേ നിങ്ങൾ ഈ BFD കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങൾക്ക് ക്ലാസ്സിൽ എന്താണ് പറയുന്നത് അതുപോലെ തന്നെ തിരിച്ച് നമുക്ക് ക്ലാസ്സിൽ റെസ്പോണ്ട് ചെയ്യാനും പറ്റും. അത് നമുക്ക് 100% ഷുവറാണ്. എന്തായാലും ഡയറക്റ്റ് പോയി നാട്ടിൽ നിന്ന് വന്ന ഒരു നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ക്ലാസ്സിൽ ഇരിക്കുന്നതിന്, നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് നല്ല ഏത് ഹൗസ് ബിൽഡിങ്ങിൻ്റെ ക്ലാസ്സിൽ ഇരിക്കുന്നതിലും നല്ലത് നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു പ്രോഗ്രാം വഴി വന്നിട്ട് ക്ലാസ്സിന് പോകുന്നതായിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങളുടെ 1 year പോവും. അതിപ്പം നിങ്ങൾക്ക് 1 year പോകേണ്ട നമുക്ക് BFD അല്ലെങ്കിൽ FSC എന്ന് പറഞ്ഞാൽ മിനിമം 6 months മാക്സിമം 1.5 years ജോലി ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇവിടുന്ന് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ജർമ്മനിയിൽ നിന്ന് തന്നെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് അവരെ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അതുമല്ല നിങ്ങൾ വന്ന ഉടനെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള മൊഡ്യൂൾസ് ആദ്യം ക്ലിയർ ചെയ്യാൻ നോക്കുക. അത് കഴിഞ്ഞിട്ട് ക്ലിയർ ആവുന്ന ഉടനെ തന്നെ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക.
ജസ്റ്റ് നിങ്ങളുടെ ഇവിടുത്തെ കോൺട്രാക്റ്റ് തരുന്നതിന് 2 മാസം മുന്നേ അങ്ങനെയൊന്നും അപ്ലൈ ചെയ്യാൻ ശ്രമിക്കരുത്. എപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് കംപ്ലീറ്റ് ആവുന്നോ അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ലാംഗ്വേജ് കംപ്ലീറ്റ് ആവാനും വെയിറ്റ് ചെയ്യണമെന്നില്ല. 1 മൊഡ്യൂൾ വെച്ചും 2 മൊഡ്യൂൾ വെച്ചുമൊക്കെ എടുക്കുന്ന ഹൗസ് ബിൽഡും ഉണ്ട്. അതുമല്ല പിന്നെ ചിലർ പറയും നമുക്ക് ഹൗസ് ബിൽഡിങ്ങിന് 3 ഇയർ കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ഫുഡ് മൊഡ്യൂൾ പാസ്സായാൽ മതിയെന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന ഉടനെ എക്സാമും അതിൻ്റെ കൂടെ കൊണ്ടുപോകുക. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനും ശ്രമിക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ എന്തായാലും FSC അല്ലെങ്കിൽ BFDക്ക് വരുന്നതായിരിക്കും നല്ലത്. അതുമല്ല നമുക്ക് ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ വിസ ഫീസ് നമുക്ക് ജസ്റ്റ് ചെറിയ പേപ്പർ വർക്ക്സ് ചെയ്യാനുള്ള ഒരു എമൗണ്ട് പോകുന്നതല്ലാതെ നാട്ടിൽ നമ്മൾ 5-6 ലക്ഷമാണ് ഏജൻസീസ് ചോദിക്കുന്നത്. നിങ്ങൾ വെറുതെ അത്രയും ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ട് വന്നിട്ട് നിങ്ങൾക്കതൊന്ന് ഏൺ ചെയ്യണമെങ്കിൽ തന്നെ മിനിമം നിങ്ങൾ 1 വർഷം ഇവിടെ വന്ന് നിങ്ങൾ ഹൗസ് ബിൽഡിങ് ചെയ്യുന്നത് തന്നെ വേസ്റ്റ് ആയിപ്പോവും. FSC BFD നമുക്ക് നാട്ടിൽ നിന്ന് സ്വന്തമായിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു മൊഡ്യൂൾ പാസ്സായിട്ട് വെറുതെ ജർമ്മനി എന്നുള്ള സ്വപ്നം ഡ്രോപ്പ് ചെയ്യേണ്ട. നിങ്ങൾ FSC അല്ലെങ്കിൽ BFD സ്വന്തമായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് നോക്കൂ. ഏജൻസി വഴിയും ചെയ്യേണ്ട, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. FSC BFD ആയാൽ പോലും മിനിമം ഒരു 3 lakhs ചോദിക്കുന്നുണ്ട് എല്ലാ ഏജൻസീസും. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ട്രൈ ചെയ്യൂ. ഞാൻ അടുത്ത ഒരു വീഡിയോ ഉടനെ തന്നെ അതിനെക്കുറിച്ച് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് ഇൻ്റർവ്യൂ ഇവിടെ വന്നിട്ട് അറ്റൻഡ് ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും വിചാരിക്കേണ്ട. അത് വെറും സിമ്പിൾ ഇൻ്റർവ്യൂ ആണ്. ഇവർ ജസ്റ്റ് നോക്കുന്നത് നിങ്ങൾക്ക് അവർ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ, തിരിച്ച് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ. നിങ്ങൾ ഒരു നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഷ്യൻസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ വേണം. അപ്പം അതിന് വേണ്ടി നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് ഉണ്ടോ, അത് മാത്രമായിരിക്കും അവർ മെയിനായിട്ട് നോക്കുന്നത്. പിന്നെ റെയർ കേസിൽ മാത്രമേ ഉള്ളൂ അവർ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെല്ലാം. എൻ്റെ അനുഭവത്തിലും എനിക്ക് അറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ അനുഭവത്തിലും അവർ ജസ്റ്റ് കാഷ്വലായിട്ട് നമ്മുടെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതൊന്നും പേടിക്കണ്ട. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്ത് വരാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾ കഷ്ടപ്പെടാൻ കുറച്ച് മെനക്കെട്ടിരിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈസി ആയിട്ട് ജർമ്മനിയിൽ വരാം. അതുകൊണ്ട് നിങ്ങൾ വെറുതെ എക്സാം പാസ്സാവുന്നില്ല, നെക്സ്റ്റ് കോഴ്സ് എന്തെങ്കിലും നോക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജർമ്മനിയിൽ വരാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മിസ്സാകാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് വെക്കും. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ ബൈ.